ആശങ്കയായി ദേശീയപാത 66 സർവീസ് റോഡിലെ വിള്ളൽ എന്നൊരു വാർത്ത വരുന്നു. എവിടെയാ? മലപ്പുറത്ത് അത്താണി ബസാർ ഭാഗത്തെ സർവീസ് റോഡിലാണ് 20 മീറ്റർ നീളത്തിൽ വിള്ളൽ കണ്ടെത്തിയത്. ജനങ്ങൾ പ്രതിഷേധിച്ചതോടെ കരാർ കമ്പനി വിള്ളലിൽ കെമിക്കൽ മിശ്രിതം ഒഴിച്ച് താൽക്കാലികമായി അടച്ചു. എന്നാൽ ശാശ്വത പരിഹാരം വേണമെന്ന നിലപാടിലാണ് നാട്ടുകാർ. സോണൽ കൃഷ്ണ സ്ഥലത്ത് നിന്ന് എത്തിച്ചേരുന്നുണ്ട്. സോണൽ, ഗുഡ് മോർണിംഗ് സോണൽ. ആശങ്കയുണ്ടോ? എവിടെയാണ് വിള്ളൽ രൂപപ്പെട്ടത്? ഒരു കുറുക്കു വഴിയിലൂടെ അടച്ചു പോവുകയായിരുന്നോ ചെയ്തത് ഈ നിർമ്മാണ കമ്പനി? എന്താ സംഭവം? തീർച്ചയായിട്ടും അരുൺകുമാർ, ഞാനിപ്പോൾ ഉള്ളത് അത്താണി ബസാർ, മലപ്പുറം ജില്ലയിലെ അത്താണി ബസാർ കുറ്റിപ്പുറത്തോട് അടുത്ത പ്രദേശമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ വിള്ളൽ ഏകദേശം 150 മീറ്ററോളം നീളത്തിൽ ഈ വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. ദേശീയപാത 66 അപ്രോച്ച് റോഡാണ്. അവിടെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ വിള്ളൽ രൂപപ്പെട്ട് പിന്നീട് അത് കരാർ കമ്പനി ഇടപെട്ട് ഒരു കെമിക്കൽ മിശ്രിതം ഈ വിള്ളലിൽ ഒഴിച്ച് അത് താൽക്കാലികമായിട്ട് അതിനൊരു പരിഹാരം കണ്ടെത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇത് പോരാ. ശാശ്വതമായിട്ട് ഇവിടെ പഠനം നടത്തി എന്താണ് പരിഹാരം എന്നുള്ളത് പഠിച്ചതിന് ശേഷം ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം വേണം എന്നുള്ളതാണ് ഈ പ്രദേശത്തെ നാട്ടുകാരുൾപ്പെടെയുള്ളവരുടെ ഒരു ആവശ്യം. ഈ പ്രദേശവാസികൾ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് സംഭവം? വലിയ ആശങ്കയാണ്. ഇത് വലിയ ആശങ്കയാണ്. ഈ ഭാഗത്ത് താമസിക്കുന്ന ജനങ്ങളും അതുപോലെ തന്നെ ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന ഈ പ്രദേശത്തുള്ള ആളുകളാണ് സർവീസ് റോഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വലിയ ആശങ്കയിലാണ്. ഇത് കമ്പനിയുമായിട്ട് പറയുകയും ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ജനങ്ങൾ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ടെങ്കിലും കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. ആദ്യം ഒന്ന് തൽക്കാലം ഇവിടെ കൊടുത്തിട്ട് ഈ ഗ്രൗട്ട് കെമിക്കലെല്ലാം മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു. പക്ഷേ അത് കൃത്യമായ രീതിയിൽ നടന്നിട്ടില്ല. പിന്നെ അവരോട് ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞപ്പോൾ അവർ പറയുന്നത് ഈ പ്രതലം ഇവിടെ നിന്ന് മാന്തി എടുത്ത് വീണ്ടും ഫില്ല് ചെയ്ത് റീടാർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇത് എത്രത്തോളം ശാശ്വതമാവും എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പോൾ അത് അവിടെ ആ കോൺക്രീറ്റിൻ്റെ ഇതുപോലും പൊട്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ ഈ ഭാഗത്തൊക്കെ ഈ റോഡ് ശരിക്ക് ഇതിൻ്റെ മുകളിലാണ് നിൽക്കേണ്ടത്. ഇപ്പോൾ ശരിക്ക് താഴ്ന്നു പോയിട്ടുണ്ട്. ഇത് സംഭവിക്കാനുള്ള ഒരു കാരണം ഇവിടെ ആദ്യം പണിയെടുക്കേണ്ടത് മെയിൻ റോഡാണ്. പക്ഷെ ഇവിടെ 6 വീടുകൾ ഇതിൻ്റെ മുൻപ് വിണ്ടിട്ടുണ്ട്. 6 വീടുകൾ വിണ്ട് അവരപ്പോൾ പുനരധിവസിപ്പിച്ചിട്ടുണ്ട്. ജനങ്ങളും MLA-യുടെ ഒക്കെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങളുണ്ട്. അപ്പോൾ അത് പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമെടുത്തു. ആ സമയം ഇവർ ശരിക്കും ഇവിടുത്തെ പണി നിർത്തിവെച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ നിലവിലെ ഈ സാഹചര്യം എന്ന് പറഞ്ഞാൽ വലിയ ആശങ്കയുണ്ടാക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം. അവിടെ ദേശീയപാതയുടെ പണി നടക്കുന്നുണ്ട്, പൂർത്തിയായിട്ടില്ല, പക്ഷേ നടക്കുന്നുണ്ട്. അപ്പോഴാണ് ഇവിടെ ഈ വിള്ളൽ വലിയ തോതിൽ വന്നിട്ടുള്ളത്. മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം, ഈ ഡ്രൈനേജ് ഉൾപ്പെടെയുള്ളവ ഇങ്ങോട്ടേക്ക് തള്ളി വന്നിട്ടുണ്ട്. അതായത് ഈ പ്രതലത്തിൽ നിന്ന് മാറി ഈ പ്രദേശത്തേക്ക് തള്ളി വരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അത് ആശങ്കയുണ്ടാക്കുന്നതാണ് എന്നുള്ളതാണ് ഈ പരിസര പ്രദേശത്തെ വീട്ടിലുള്ളവർ പറയുന്നത്. വലിയ ആശങ്ക, ഡ്രൈനേജ് ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് തള്ളി വരുന്നുണ്ട്. അത് ആശങ്കയുണ്ട്. പരാതിപ്പെട്ടിരുന്നോ? ഞങ്ങൾ പരാതിപ്പെട്ടിട്ടില്ല. അവിടെ പിന്നെ പാർട്ടി പ്രവർത്തകൻ പഞ്ചായത്ത് മെമ്പറുണ്ട്, അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അത്രേ ഉള്ളൂ. എന്തായാലും ആശങ്കയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് പരാതി പറഞ്ഞിരുന്നു ഇവരോടും പിന്നെ NH-ന്റെ കരാറുകാരനോടൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ആദ്യം കുറച്ച് ദിവസം വിള്ളലാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും ഞങ്ങൾ ഇതിനുള്ള ഇത് പരിഹാരം കാണാം. പിന്നെ ഞങ്ങളും വലിയാക്കി ഇവരെ കണ്ടതിന് തൊട്ടടുത്തുള്ള എന്തായാലും ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം വേണം എന്നുള്ളത് തന്നെയാണ് ഈ പ്രദേശവാസികളുടെ. എന്തായാലും നാട്ടുകാരുടെ പരാതിയും കേൾക്കട്ടെ അധികൃതർ. തീർച്ചയായിട്ടും അങ്ങനെ വിള്ളലുകൾ ഉണ്ടാവുന്നത് ശരിയല്ലല്ലോ. അതിനകത്ത് എഞ്ചിനീയറിംഗിൽ സംഭവിച്ചിരിക്കുന്ന പാകപ്പിഴവാണ്. താങ്ക് യു സോണൽ. അപ്പോൾ നാട്ടുകാരുടെ ആശങ്ക ചെറുതല്ലാത്ത ആശങ്കയാണ്. അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോവുക.